ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഉടൻ കോഴിക്കോട് ചേരും. തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം സ്വീകരിച്ച നിലപാട് യോഗത്തിൽ ചർച്ചയാകും. തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ ലീഗ് നേതാക്കൾക്കെതിരെ പ്രവർത്തിച്ചതായി പാർട്ടിക്കുള്ളിൽ ആക്ഷേപമുണ്ട്. അതേസമയം സുപ്രഭാതം പത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ്റെ ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ലീഗ് നേതാക്കൾ. വിവരങ്ങൾ നൽകാൻ ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഉടൻ ചേരുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അല്പസമയത്തിനകം തന്നെ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കോഴിക്കോട് ലീഗ് ഹൗസിൽ വെച്ച് ചേരുന്നതാണ്. ഇതിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഈ സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള സമസ്തയും ലീഗും തമ്മിൽ നിൽക്കുന്ന ഭിന്ന അഭിപ്രായങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ചർച്ചയും നടപടിയും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നേതൃയോഗത്തിന് ശേഷം മാത്രമായിരിക്കും ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുക, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പറയുക. അതിനോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്നതിനെ സംബന്ധിച്ച തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഒഴിവരുന്ന സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനുള്ള ധാരണ UDF നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ആര് സ്ഥാനാർത്ഥിയാകും അല്ലെങ്കിൽ ആരെ മത്സരിപ്പിക്കും എന്നതിനെ സംബന്ധിച്ച തീരുമാനവും ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാകുന്ന ഒരു കാര്യം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നാഭിപ്രായത്തെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പോര് തന്നെയാണ്. ഈ വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ പോര് ഭാഗമാവുകയാണെങ്കിൽ അത് UDFന് കനത്ത തിരിച്ചടിയാകും, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കനത്ത തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സമസ്തയുടെ ഓരോ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള ചെറിയ കൂട്ടം ആളുകൾ ലീഗ് നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉമർ ഫൈസി മുക്കമൊക്കെ ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും ഒക്കെ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള നടപടി ചർച്ചകളും ഒക്കെ ആയിരിക്കും മുന്നോട്ട് വെക്കുക. അതേ സമയത്ത് തന്നെ ഈ ചർച്ചയിൽ കൂടി ഈ പ്രശ്നം തീരില്ല എന്നൊരു കാര്യം കൂടെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. കാരണം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ഇന്നാണ്. ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 കൂടിയിട്ടാണ് അതിന്റെ ഉദ്ഘാടനം. അതിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ ക്ഷണം ഉണ്ടായിരുന്നെങ്കിലും ഇരുവരും പങ്കെടുക്കാത്തൊരു സാഹചര്യമാണ്. അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് എന്തായാലും ലീഗ് സമസ്ത പ്രശ്നങ്ങൾക്കിടെ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ഗോകുൽ.